ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബാംഗ്ലൂരിൽ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര. ഞാനിപ്പോൾ റൈറ്റ് ഒരു മെട്രോ സ്റ്റേഷനിലാണ്. ഇതൊരു ട്രെയിൻ കയറി വരുന്ന കാണാം. നമ്മൾ മെട്രോന് കയറി ഇപ്പോൾ മെജസ്റ്റിക് സ്റ്റേഷനിലേക്ക് പോകണം. പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ ഞാൻ പറയാം. നമുക്ക് ആദ്യം പോകാനുള്ള ട്രെയിനാണ്. ഇപ്പോൾ ഇതാണ് ബാംഗ്ലൂർ മെട്രോ ട്രെയിനിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയേഴ്സ്. രണ്ട് സൈഡിലായിട്ടും സീറ്റിംഗ് ഉണ്ട്. പിന്നെ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ബെമലാണ്. അപ്പോൾ ബെമൽ 2018 പണിത റേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് സീറ്റുകൾ റിസർവ്ഡ് ആണ്. ഇത് റിസർവ്ഡ് സീറ്റാണ്. ഇവിടെ റിസർവ്ഡ് ഫോർ ഹാൻഡിക്യാപ്ഡ് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ഒരു റിസർവേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് പ്രയോറിറ്റി, അല്ലാതെ ബാക്കിയുള്ളവർ ഇരിക്കരുതെന്നല്ല, അവർക്ക്. അപ്പോൾ നമ്മളങ്ങനെ മെജസ്റ്റിക് സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് നമുക്കിനി മെജസ്റ്റിക് സ്റ്റേഷനിലോട്ട് പോകണം. അതായത് KSR ബംഗളൂരു സ്റ്റേഷനിലോട്ട് പോകുന്നതാണ് അടുത്ത പണി. ഇതാണ് മെജസ്റ്റിക്കിലെ മെട്രോ സ്റ്റേഷൻ. ഒരു സർക്കുലർ ഷേപ്പിലുള്ളൊരു ഹോളാണ്. ഇവിടെ നിന്ന് നമ്മളിനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അവിടെ ടുവേർഡ്സ് ഇന്ത്യൻ റെയിൽവേസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേസ് KSR സൈഡിൻ്റെ ബോർഡുണ്ട്. ആ ബോർഡ് നോക്കി വന്നാൽ മതി. ബോർഡ് നോക്കി വന്നാൽ കറക്റ്റായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റും. അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേസ് KSR സൈഡിൽ നിന്ന്. അവിടെ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേസ് KSR സൈഡിൽ നിന്ന്. അതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇപ്പുറത്തെ ഈ വഴി കൂടെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റും. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡാണ്. ലോങ് ഡിസ്റ്റൻസ് ബസ് സ്റ്റാൻഡാണ്. കർണാടക ഉള്ളിൽ ബോംബെ അങ്ങനത്തെ പല സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ നിന്നാണ് പുറപ്പെടുക. QR കോഡ് ടിക്കറ്റ് ബുക്കിംഗ് ആണ്. എന്തോ പ്രശ്നം പറ്റി, വൈഫിൻ്റെ ടിക്കറ്റ് വർക്കായില്ല. ഇപ്പോൾ ടോക്കണൊക്കെ മേടിച്ച ആൾ വരുന്നുണ്ട്. ഇത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി മെജസ്റ്റിക്കിലോട്ട് പോകുന്ന വഴിക്കുള്ള അണ്ടർപാസാണ്. ഇവിടെയാണ് KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ്സുകളൊക്കെ കിടക്കുന്നതാണ്, ലോങ് ഡിസ്റ്റൻസ് ബസ്സുകൾ. ഈ അണ്ടർപാസ് വഴി ഈ ലൈൻ വഴി മുന്നോട്ട് പോയിട്ട് പിന്നെ ഒരു അണ്ടർപാസ് ഉണ്ട്. അത് കയറിയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്താം. ഇത് ആ വഴി കഴിഞ്ഞുള്ള പാസേജ് കഴിഞ്ഞിട്ടുള്ള അണ്ടർപാസാണ്. ഈ അണ്ടർപാസ് വഴി കയറി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. ഇത് മെയിൻ റോഡ് ക്രോസ് ചെയ്യുന്ന അണ്ടർപാസാണ്. ഭയങ്കര വൃത്തികേടായിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ തന്നെ ഉണ്ട്. പക്ഷേ ഇത് സൺഡേസ് മാത്രമായിട്ട് ഇത്രയും തിരക്കുള്ള ഷോപ്പിംഗ് ഏരിയ ആണ്. വർക്കിംഗ് ഡേയ്സ് ഇവിടെ കാര്യമായിട്ട് ഇതൊന്നും ഉണ്ടാവില്ല. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് മുന്നോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. പുറത്തിറങ്ങി ഈ പാസേജ് വഴി നേരെ നടന്നു പോയാൽ നമ്മൾ മെജസ്റ്റിക് സ്റ്റേഷനിലെത്തും. ഇതാണ് മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോൾ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറും. നമ്മുടെ വണ്ടി ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ 3:10 ഓൾറെഡി എത്തിക്കഴിഞ്ഞു. പ്ലാറ്റ്ഫോം 5 വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് വിടാം. ഇതാണ് സിറ്റി റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം നമ്പർ 1 മെയിൻ എൻട്രൻസ് വഴി കയറി നമുക്ക് ഉള്ളിലോട്ട്. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറി അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വഴി നേരെ പ്ലാറ്റ്ഫോം നമ്പർ 5ലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ കുറേ ഈറ്ററീസ് ഉണ്ട്. നമുക്ക് ഈ ഗോലി വടപ്പാവിലൊന്ന് കയറി എന്തെങ്കിലും മേടിക്കാം. എന്നിട്ട് ഈ പാത്ത് വഴി ഉള്ളിലോട്ടങ്ങ് പോകാം. ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, ഫുഡ് ട്രാക്ക് ഉണ്ട്, AJS കാറ്ററേഴ്സിൻ്റെ. ഇവിടെ ഫുഡ് ട്രാക്കിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡിന്നറൊക്കെ മേടിച്ചുകൊണ്ട് പോകാം. നമ്മളിന്ന് കുറച്ച് കഴിഞ്ഞ് വണ്ടിയിൽ തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പോയിട്ട് ആ എസ്കലേറ്റർ കയറി നമ്മുടെ ഇതിലോട്ട് പോകാം. ഇവിടെ ഇനി ഓപ്ഷൻസ് ഉണ്ട്. സദേൺ ഭവൻ, ഫുഡ് ട്രാക്ക്, കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് എസ്കലേറ്റർ കയറി മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ മുകളിൽ ഇതിലെത്തി, ഫുട് ഓവർ ബ്രിഡ്ജിലെത്തി. നമുക്കിനി പ്ലാറ്റ്ഫോം നമ്പർ 5ലേക്ക് പോകണം. അപ്പം നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം 5ലേക്ക് എത്തുകയാണ്. പ്ലാറ്റ്ഫോം 4 കഴിഞ്ഞു. പ്ലാറ്റ്ഫോം 4നും 5നും ഇടയ്ക്ക് അവരുടെ കോച്ചിങ് ഡിപ്പോ വരും. ഇതാണ് കോച്ചിങ് ഡിപ്പോ. അപ്പോൾ കോച്ചിങ് ഡിപ്പോയിലെ ലൈനുകൾ കാണാം. കോച്ചിങ് ഡിപ്പോയിലെ പിറ്റ് ലൈനും മെയിൻ്റനൻസ് ലൈൻസൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ട്രെയിനിൽ കയറാൻ വന്നതല്ലേ. അപ്പോൾ നമ്മുടെ ലോക്കോ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ടൊക്കെ നടന്നു. ആദ്യം ലോക്കോ കണ്ടിട്ട് പിന്നെ നമ്മുടെ കോച്ചിലോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ലോക്കോ എൻ്റെ എത്താറായി. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലെത്തായി.
ഇത് കൊച്ചുവേളി മൈസൂർ, ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മൈസൂർ കൊച്ചുവേളി 16315 ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ നെയിം ബോർഡ്. അത്യാവശ്യം നല്ലൊരു ബോർഡാണെന്ന് ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി, മൈസൂർ ജംഗ്ഷൻ ടു കൊച്ചുവേളി 16315 കൊച്ചുവേളി എക്സ്പ്രസ്. റോയപുരത്തിന് 30751 ലോക്കോ. മീൻവേൽ അപ്പുറത്തുനിന്ന് കോയമ്പത്തൂർ LTT എക്സ്പ്രസ് പോകുന്നുണ്ട്. വാപ്പ് 5 വരുന്നുണ്ട് പവർ. അത് ജസ്റ്റ് ഇതായി ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലോക്കോ 30751 റോയപുരത്തിന് വാപ്പ് 7. ഇത്ര ക്ലാരിറ്റി കിട്ടുന്നു, കാര്യം ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുക. അപ്പോൾ ലോക്കോ കണ്ടു കഴിഞ്ഞിരിക്കുന്ന നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് പോകാം. നമ്മുടെ കോച്ച് അത്യാവശ്യം പുറകിലാണ്, B4 ആണ് കോച്ച്. കുറച്ച് ദൂരം പോകാനുണ്ട്, ഏകദേശം ബാക്ക് എൻഡിലായിട്ട് വരും. മെയിൻവെൽ അതേ സമയത്ത് ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 7 മൈസൂർ ചെന്നൈ ശതാബ്ദി എക്സ്പ്രസ് വരുന്നുണ്ട്. റോയപുരത്തിന് 30354 ആണ് ഇന്നത്തെ ലോക്കോ. ഇത് മൈസൂർ ചെന്നൈ ശതാബ്ദി എക്സ്പ്രസ് ആണ്. നമ്മുടെ ശതാബ്ദി എക്സ്പ്രസിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ കോച്ച് 2132 2021 ബിൽഡ് കോച്ചാണ്. അതിലേക്ക് കയറിയ കണ്ടത് ഉള്ളിലോട്ട് കയറുക. ഇതാണ് നമ്മുടെ കോച്ച് LACCN 1749 സാധാരണ ഡൽഹി കൊടുത്ത് 213232 നവംബർ 2021 ബിൽഡാണ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി. ഇത് ഇപ്പുറത്താണ് നമ്മുടെ പ്ലാറ്റ്ഫോം 4-നും 5-നും ഇടയ്ക്കുള്ള കോച്ചിങ് ഡിപ്പോ, കോച്ചിങ് ലൈന്. ആ കോച്ചിങ് യാർഡിൻ്റെ ഒരു സ്റ്റേബിളിംഗ് ലൈനിൽ ഇട്ടിരിക്കുന്ന സ്പെയർ കോച്ചുകളാണിത്. അവിടെ ഒരു നോൺ AC ചെയർക്കാറുണ്ട്, ഇവിടെ ഒരു ഫസ്റ്റ് AC ചെയർക്കാറുണ്ട്, പിന്നെ അപ്പുറത്ത് HCPയും വേറെ കുറച്ച് കോച്ചുകളുണ്ട്. ഇതാണ് യാർഡ്. മീൻവേൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 6 മൈസൂർക്കുള്ളൊരു മെമു പോകുന്നുണ്ടോ. നമ്മൾ 5-ലാണ്. നമ്മുടെ വണ്ടി പുറപ്പെടാറായിട്ടില്ല. നമ്മുടെ വണ്ടി അല്പനേരത്തിനുള്ളിൽ പുറപ്പെടും. സമയം ഇപ്പോൾ 4:50, കൃത്യം 4:50 വണ്ടി പുറപ്പെടുകയും ചെയ്തു. വണ്ടി ഇറങ്ങി തുടങ്ങി. അത്യാവശ്യം നമ്മുടെ ബാക്കിലായതുകൊണ്ട് ഹോണിടൊന്നും കേൾക്കില്ല. അപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പ്ലാറ്റ്ഫോം നമ്പർ 5 ചെറുതായിട്ട് സ്പീഡ് പിടിച്ചു തുടങ്ങി. പഴയ ബിൽഡിംഗ് ആണ്, ആർച്ച് അപ്പുറത്തൊരു ആർച്ചും സ്റ്റോൺ വാളാണ്. പഴയ ബിൽഡിങ്ങാണിത്. അങ്ങേയറ്റത്ത് LHB കിടക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 8-ലാണ്. ഏതാ വണ്ടി എന്നറിയില്ല, ബോർഡ് അത്ര ക്ലിയർ ആവുന്നില്ല. മിക്കവാറും ഹംപി എക്സ്പ്രസ് മറ്റേ ഗോൽഗുംബാസ് ആവാൻ സാധ്യതയുണ്ട്. ഗോൽഗുംബാസ് ഈ സമയമൊക്കെ ആകുമ്പോൾ ഗോൽഗുംബാസ് എക്സ്പ്രസ് ആവാൻ സാധ്യതയുണ്ട്. പണ്ടർപൂരിലേക്ക് വന്നു, മൈസൂർ പണ്ടർപൂർ. ഒരു DP4T നിൽക്കുന്നുണ്ട് ഇവിടെ, 40432 കൃഷ്ണരാജപുരത്തിൻ്റെ. അടുത്ത ഡ്യൂട്ടിക്ക് റെഡിയാവുമായിരിക്കും. അങ്ങനെ നമ്മൾ ക്രാന്തിവീര സംഗൊള്ളി റായണ ബംഗളൂരു സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് സെക്കൻഡ് എൻട്രൻസ്. ഈ റൗണ്ടിലുള്ള ബിൽഡിംഗ് ആണ് സെക്കൻഡ് എൻട്രൻസ് ബിൽഡിങ്. എല്ലാ പ്രാവശ്യവും ഞാൻ അപ്പുറത്തു നിന്നുള്ള വിഷ്വൽസ് കാണിച്ചു. ഇപ്രാവശ്യം ഫോർ ചേഞ്ച് ഇപ്പുറത്തെ വിഷ്വൽസ് കുറച്ച് നേരം കാണിച്ചിട്ട് മറ്റേ ഡോറിലോട്ട് വാങ്ങിച്ചു. ഇത് സെക്കൻഡ് എൻട്രൻസിന് ഉള്ളിലോട്ട് പോകാനുള്ള എൻട്രൻസും അതിനുള്ളൊരു പാലമൊക്കെയാണ് ഈ കാണുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഈ പാലം വഴിയൊക്കെയാണ്. ഈ അടുത്ത് കാണുന്ന പാലത്തിൽ പണി നടക്കുന്നുള്ളൂ. അപ്പുറത്തെ സൈഡിലെ പാലമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പാലം. ഇവിടെ ഒരു എലാബറേറ്റ് പാലം കോംപ്ലക്സ് തന്നെ പണിയുന്നുണ്ട് അവർ. അപ്പം നമ്മളങ്ങനെ സിറ്റി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇത് സിറ്റി സ്റ്റേഷൻ കോച്ചിങ് ഡിപ്പോൻ്റെ ഒരു കോച്ച് വാഷിംഗ് പ്ലാന്റ് ആണ്. ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല, കാര്യം കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ താഴത്തെ ആപ്പറൻ ഡ്രൈ ആണ്, വെള്ളം കെട്ടി കുറച്ച് വെള്ളം അവിടെ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് സിറ്റി സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി കേവ് എടുക്കുന്നേ ഉള്ളൂ. പോയിൻറ്റ്സ് ഒക്കെ ക്ലിയർ ആണ്. ലോക്കോന് ഹോൺ കേട്ടു ഇപ്പോൾ.
ഇത് മെജസ്റ്റിക്കിലോട്ട് വണ്ടികൾ പോകുന്നൊരു പാലമാണ്, അണ്ടർപാസ് ആണ്. വളരെ യുണീക്കാണ്. ഇവിടെ റോഡ് കീപ്പ് റൈറ്റ് ആണ്. കണ്ടോ, റോഡ് കീപ്പ് റൈറ്റ് ആണ് ഇവിടെ. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടാവുന്നു. ആ കിടക്കുന്ന കുപ്പം KSR ബംഗളൂരു മെമു ആണ്. ഇത് മെമു എക്സ്പ്രസ് സ്പെഷ്യലാണ്, വെറും മെമു ആണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ജസ്റ്റ് മെമു വേണ്ടി ഒരു പോസ് ഇട്ടു. ഇമാര് ഈ സാധനത്തിന് ഉത്കൃഷ്ട ലിവർ കൊടുത്തത് ഭയങ്കര കഷ്ടമായി പോയി. നല്ല പഴയ ലിവർ കുറച്ചുകൊണ്ട് ഭംഗിയുണ്ടായിരുന്നതാണ്. ഇതൊരുമാതിരി ഒന്നും പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് കന്റോൺമെന്റ് സ്റ്റേഷനോട് കയറാൻ വേണ്ടി സ്ലോ ഡൗൺ ചെയ്തതാണ്. ഈ ട്രെയിന് പണ്ട് കന്റോൺമെന്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. പണ്ട് ഈ ട്രെയിനിന് മെജസ്റ്റിക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് കൃഷ്ണരാജപുരമായിരുന്നു തോന്നുന്നു സ്റ്റോപ്പ്. അതിനിടയ്ക്ക് വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കന്റോൺമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. നമുക്ക് നോക്കാം ഇപ്പം എന്തായാലും. ഇത് ഇപ്പോഴത്തെ സൈഡിൽ നിന്നുള്ള കാഴ്ച. എനിക്കത് കന്റോൺമെന്റ് സ്റ്റേഷൻ ഡെവലപ്മെന്റിന്റെ പാർട്ടായിട്ടുള്ള വർക്കുകളാണ് തോന്നി കാണുന്നത്. അപ്പുറത്തോട്ട് കാണുന്നതാണ് കന്റോൺമെന്റ് സ്റ്റേഷൻ. ഞാൻ ഈ സൈഡിൽ നിന്ന് സ്റ്റേഷൻ ഇതേവരെ കാണിച്ചിട്ടില്ല, കാര്യം എല്ലാ പ്രാവശ്യവും നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാറ്. നമ്മൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം ലൈനിലോട്ട് കയറി സ്റ്റോപ്പിൽ നമ്മൾ സ്പീഡ് പിടിക്കാം. ഇവിടെ സ്റ്റോപ്പ് ഇല്ല, ഇപ്പോൾ ആൾക്കാരുണ്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ. ഇതാണ് ബംഗളൂരു കന്റോൺമെന്റ് അഥവാ ബംഗളൂരു ഛാവനി. സ്റ്റോപ്പുണ്ട്. ഇപ്പോഴത്തെ സൈഡിലെ സ്റ്റേബിളിംഗ് ലൈനിലൊരു റേക്ക് നിൽക്കുന്നത്. അതിനപ്പുറത്തൊരു വാബ് 7 ഉണ്ടായിരുന്നു. അത് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ സെൻട്രൽ റെയിൽവേയുടെ റേക്കാണ്. സോലാപൂർ മുംബൈ ബാംഗ്ലൂർ എന്നാണ്. അപ്പോൾ അതിനർത്ഥം ഇത് ഉദ്യാൻ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ബാംഗ്ലൂർ കന്റോൺമെൻറ്റിൽ നിന്ന് പുറപ്പെടാനുള്ള നമ്മുടെ സിഗ്നലായി. അപ്പം നമ്മളങ്ങനെ കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോഴത്തേക്ക് പ്ലാറ്റ്ഫോം എക്സ്പാൻഷൻ വർക്കിന് വേണ്ടി അടച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ അവിടെ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജസ്റ്റ് കന്റോൺമെൻറ്റിൽ നിന്ന് പുറപ്പെട്ടു. ശ്രദ്ധിക്കണോ, അല്ലെങ്കിൽ ദൂരെ നമ്മുടെ ലോക്കോ കാണാം. കാര്യം നല്ലൊരു ലെഫ്റ്റ് കർവാണിത്. ഈ ട്രെയിന് പണ്ട് മെജസ്റ്റിക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണരാജപുരവും അത് കഴിഞ്ഞാൽ പിന്നെ സേലവുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം ഇതിന് കന്റോൺമെൻ്റ് ഉണ്ട്, കൃഷ്ണരാജപുരമുണ്ട്, വൈറ്റ് ഫീൽഡ് ഉണ്ട്, ബംഗാർപേട്ട് ഉണ്ട്. അത് കഴിഞ്ഞാണ് സേലം. അപ്പം അപ്പുറത്തെ ലൈനുകളൊക്കെ പറിച്ചു കളഞ്ഞു. അപ്പുറത്തെ ലൈൻസൊക്കെ പറിച്ചു കളഞ്ഞു. അപ്പുറത്തെ എനിക്കൊന്ന് പുതിയ യാർഡ് വരികയെന്ന് തോന്നുന്നു. അത് പുതിയ പ്ലാറ്റ്ഫോമാണ് വരുന്നത് അറിയില്ല. യാർഡ് ഡെവലപ്മെൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാണോ, നല്ല വലിയ വളമാണ്. അവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഡെമു ഷെഡാണ്. ഡെമു ഷെഡ് ബാംഗ്ലൂർ കന്റോൺമെൻറ്റ്. ഇവിടെ ബാംഗ്ലൂർ ഡിവിഷൻ്റെ ഡെമോസൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം മിക്കവാറും എല്ലാ റൂട്ടും ഇലക്ട്രിഫിക്കേഷൻ കഴിയുന്നതോടുകൂടി ഡെമുകൾ അർത്ഥശൂന്യമാവും. പിന്നെ അവർ ഡെമോസിനെ റീപ്ലേസ് ചെയ്ത് മെമോസ് കൊണ്ടുവരുമായിരിക്കും. അറിയില്ല എന്താ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് നേരം ക്വാഡ്രൂപ്ലിംഗ് വർക്കിൻ്റെ പ്രോഗ്രസ് ഒക്കെ കാണാം.
നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടർ പച്ചയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ക്വാഡ്രോപ്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലൈനാണ്. ഇപ്പുറത്തും ലൈൻ വന്നിട്ടുണ്ട്, ക്വാഡ്രോപ്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള അപ്പുറത്തും ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഈ നടുക്കുള്ള 2 ലൈൻ ഇപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. തൊട്ട് റൈറ്റ് സൈഡിലാണ് പഴയ ലൈനുകൾ, റൈറ്റ് സൈഡിൽ പോകൊണ്ടിരിക്കുന്ന പുതിയ ലൈനാണ്. ക്വാഡ്രോപ്ലിംഗ് വർക്ക് ഒരുപാടൊന്നും വന്നിട്ടില്ല, അത് എവിടെ വരെ വന്നിട്ടുള്ള ലൈന്. ഇതിനപ്പുറത്തുള്ള ലൈനിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. കാര്യം ലാൻഡ് 2 സൈഡിൽ നിന്ന് ഈക്വലായിട്ട് അക്വയർ ചെയ്താണ് അവർ പണി ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലെ വർക്ക് എനിക്കൊന്ന് ലെവലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ തോന്നുന്നു. ബാംഗ്ലൂർ ഈസ്റ്റ് സ്റ്റേഷൻ എത്താറായി. ഈസ്റ്റ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ആകുമ്പോൾ തന്നെ ഈ ക്വാഡ്രോപ്ലിംഗ് വർക്കിൽ അഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ വളവ് കഴിഞ്ഞുകൊണ്ട് ഈസ്റ്റ് സ്റ്റേഷനിൽ എന്തെങ്കിലും പണി നടക്കണമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് ബാംഗ്ലൂർ ഈസ്റ്റ് സ്റ്റേഷൻ. എനിക്ക് ഈസ്റ്റ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം അവർ വീതി കുറച്ചിട്ട് മിനിമൽ വീതിയിലേക്ക് കുറയ്ക്കരുത്. അതായത് ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ തന്നെ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നു. ഇവിടെയുള്ള ഈ ബിൽഡിങ് ഇതിൻ്റെ പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ ബിൽഡിങ്ങും ഈ മരമൊക്കെ തന്നെ മിക്കവാറും നഷ്ടപ്പെടും. ഇവിടെയൊക്കെ ക്വാഡ്രോപ്ലിംഗ് ഒക്കെ അപ്ഡേറ്റ് കാണാം. അവിടെ മതിൽ പൊളിച്ച് അതിനപ്പുറത്തോട്ട് ലെവൽ ചെയ്ത് പോകണം. മതിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അവർ. നമ്മളിപ്പോൾ ജസ്റ്റ് ബയ്യപ്പനാളി എത്താറായി. ആ കാണുന്ന ഏരിയ എൻ്റെ 60% ബെമലിൻ്റെയാണ്, BEML-ൻ്റെ. ഇപ്പം അല്പം മുമ്പിലായിട്ട് SMET ബാംഗ്ലൂരിലോട്ട് പോകുന്ന ലൈൻ തിരിഞ്ഞു പോകും. നമ്മൾ ആ ലൈൻ വഴി ഒരു ട്രിപ്പ് ചെയ്തിരുന്നു. നമ്മളിതിന് മുമ്പ് ഒരു ട്രിപ്പ് ആ ലൈൻ വഴി ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ലൈന്. ഈ ലെഫ്റ്റ് കാണുന്ന ലൈന് SMET ബാംഗ്ലൂരിലോട്ട് പോകുന്ന ലൈനാണ്. KSR ബാംഗ്ലൂർ സൈഡിൽ നിന്ന് വന്നിട്ട് SMET-ലോട്ട് പോകുന്ന ട്രെയിനുകൾ പോകുന്നൊരു ലൈനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അവിടെ ഒരു കൃഷ്ണരാജപുരം ലോക്കോ ഏതോ ഒരു റേക്കിനെ ഷണ്ട് ചെയ്യാൻ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു KJM-ൻ്റെ ഒരു WDM 3A ഏതോ ഒരു റേക്കുമായിട്ട് നിൽക്കുന്നുണ്ട്. ഏത് റേക്കാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സദേൺ റെയിൽവേ ആണത്, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ട്രെയിനാണത്. നമ്മുടെ ലോക്കോ അങ്ങ് ദൂരെ കാണാം. ബയ്യപ്പനഹള്ളി സ്റ്റേഷനിലോട്ട് കയറാണ്. ഇവിടെ ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, ഇവിടെ ഈ കാണുന്ന ബ്രോഡ് ഗേജ് ലൈനുകൾ, ഇലക്ട്രിഫൈഡ് ബ്രോഡ് ഗേജ് ലൈനുകൾ SMET ബാംഗ്ലൂർ സ്റ്റേഷനിൽ നിന്നും KSR ബയ്യപ്പനഹള്ളിയിലോട്ട് വരുന്ന ലൈനുകളാണ് ഈ കാണുന്നത്. അവിടെ ഒരു KJM ലോക്കോ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ലൈനുകൾ SMET ബാംഗ്ലൂരിൽ നിന്ന് ബയ്യപ്പനഹള്ളി സ്റ്റേഷനിലോട്ട് വരുന്നതാണ്. ഇത് ഈ വളവ് തിരിഞ്ഞുകൊണ്ട് ബയ്യപ്പനഹള്ളി സ്റ്റേഷനായി. അവിടെ ഏതോ ഒരു അവിടെ ഒരു മെമു നിൽക്കുന്നുണ്ട്. നമ്മളൊരു മെമുവിനോട് വെച്ച് ഓവർടേക്ക് ചെയ്യുന്നുണ്ട്.
മാരിക്കുപ്പം മെമു ആണ്. ഇതെനിക്കൊന്ന് ബയ്യപ്പനഹള്ളി മാരിക്കുപ്പം മെമു ആണെന്ന് തോന്നുന്നു. സെൻട്രൽ റെയിൽവേ എന്ന മാർക്കിങ്. ഏതൊക്കെയോ റെയിൽവേക്ക് ആരൊക്കെയോ അലോട്ട് ചെയ്യുന്ന റേക്കുകളെല്ലാം പിടിച്ച് ഇവിടെ വന്ന് SWR കീഴിലാവുന്നുണ്ട്. നമുക്ക് ബയ്യപ്പനഹള്ളി സ്റ്റാർട്ടർ കിട്ടിയില്ല, നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് ബയ്യപ്പനഹള്ളി സ്റ്റേഷൻ. ആ കാണുന്നതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഇപ്പുറത്ത് കാണുന്ന വലിയ ബിൽഡിങ് ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഇതുവഴി ഈ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി നേരെ ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സ്കോപ്പ് ഉണ്ട്. ബയ്യപ്പനഹള്ളി നമ്മൾ അനങ്ങി തുടങ്ങി. മീൻവെൽ KSR ബാംഗ്ലൂരോട് വന്നൊരു മെമു വരുന്നുണ്ട്. ഈ മെമുകൾ മിക്കവാറും ഒക്കെ സാധാരണ പാസഞ്ചർ ട്രെയിനായിട്ട് ഓടുന്നത്, അതായത് 10 രൂപ മിനിമം ടിക്കറ്റ് റേറ്റിലാണ് മിക്കവാറും ഒക്കെ ഇവിടുത്തെ മെമൂസ് ഓടുന്നത്. കേരളത്തിലെ മെമു ട്രെയിനുകളെങ്കിലും ഓർഡിനറി ഫെയറിന് ഓടിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. നമ്മളിപ്പോഴും അധിക റേറ്റ്, അധികം കൊള്ള നിരക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മൾ കൊള്ള നിരക്ക് ഞാൻ പറയില്ല, 30 രൂപ അത്ര കൂടിയ നിരക്കൊന്നുമല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ലോക്കൽ ട്രെയിനുകൾ ചാർജ് കുറഞ്ഞു കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. നമ്മളങ്ങനെ ബയ്യപ്പനഹള്ളിയിൽ നിന്ന് വിട്ടു. എന്തായാലും ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തല്ല നമ്മൾ. ഇത് മിക്കവാറും കൃഷ്ണരാജപുരം സൈഡിൽ നിന്ന് തന്നെ വന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും ക്രോസിങ് വല്ലതും ഉണ്ടായിരുന്നിരിക്കുമായിരിക്കും അവിടെ. ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു വലിയ തിരക്കില്ല മെമുവിൽ. മറ്റല്ലെങ്കിൽ മെമു ഇങ്ങനെയല്ല. ഇവിടുന്ന് ഈ മെട്രോ ലൈൻ ഫർദർ അപ്പുറത്തോട്ട് അങ്ങ് പോകും. ഫർദർ ഈസ്റ്റ് സൈഡിലോട്ട് പോകും. അത് ITPL കാടുകോടി സൈഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ലൈൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വലിയ കോമ്പൗണ്ട് വാളിനുള്ളിൽ മെട്രോയുടെ ഡിപ്പോ ആണ്, ബയ്യപ്പനഹള്ളി ഡിപ്പോ ആണ്, മെയിൻ്റനൻസ് ഡിപ്പോ ആണ്. ബയ്യപ്പനഹള്ളി മെയിൻ്റനൻസ് ഡിപ്പോ, പർപ്പിൾ ലൈൻ്റെ മെയിൻ്റനൻസ് ഡിപ്പോ ഇതായിരുന്നു. ഇനിയിപ്പോൾ പർപ്പിൾ ലൈൻ്റെ മെയിൻ്റനൻസ് ഡിപ്പോ ഇവിടുന്ന് മാറ്റി ചല്ലകട്ടയിലോട്ട് മാറ്റാൻ പോകണം അവര്. അപ്പോൾ ആ കാണുന്ന വയഡക്ട്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന വയഡക്ട് ITPയിലോട്ട് പോകുന്ന മെട്രോ ട്രെയിനിൻ്റെയാണ്. ഈ റൈറ്റ് സൈഡിലോട്ട് ഈ കയറ്റം കയറി പോകുന്ന ലൈന് നമ്മുടെ ഹൊസൂരിലേക്ക് പോകുന്ന ലൈനാണ്. 12677 ഇന്റർസിറ്റി എക്സ്പ്രസ് പോകുന്ന ലൈന്. 12677 ട്രിപ്പ് കുറേ കാലയുടെ പ്ലാനിങ്ങിലാണ്. ഇപ്രാവശ്യങ്ങളിൽ നടത്തിയേ പറ്റുള്ളൂ. ഇനി ഉടനെ വലിയ താമസിച്ചാണ് ഞാനത് നടത്തും. ഓപ്പോസിറ്റ് ലൈനിൽ എന്തോ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഒരു വാപ് 7 ഹൗൾഡ് ട്രെയിൻ വരുന്നുണ്ട്. ഇതാണ് ഹൊസൂർ ലൈൻ. അതിൻ്റെ റൈറ്റ് സൈഡിൽ പാലം, മെട്രോൻ്റെ വയഡക്ട് പോകുന്ന കാണാം. അത് നേരെ ITPയിലേക്കും പോകും. ഇത് കൂടാതെ നമ്മളീ പോകുന്ന ട്രാക്കിന് മുകളിൽ കൂടെ ഒരു പാലം പോകുന്ന കാണുന്നുണ്ടോ? അത് ഹൊസൂരിന് യശ്വന്ത്പൂർ സൈഡിലേക്ക് പോകുന്ന ലൈനാണ്. ബാനസ്വാടിയിലേക്ക് പോകുന്ന ലൈനാണ്. നമ്മൾ 16528 കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൽ ട്രിപ്പ് അടിച്ചായിരുന്നു. ഇനി തൊട്ട് മുമ്പിലത്തെ വീഡിയോ, അതിൽ നമ്മൾ ആ പാലത്തിന് മുകളിൽ കൂടെ പോയായിരുന്നു. ആ പാലത്തിന് മുകളിലുള്ള ക്യാബിൻ ഓക്സിലറി പാനൽ ക്യാബിനാണ് ബയ്യപ്പനഹള്ളിയിലത്തെ. ആ ട്രെയിൻ സ്പീഡ് കുറച്ച് വരുന്ന കാര്യം അവിടെ സിഗ്നൽ റെഡാണ്. അജ്നിയുടെ വാപ് 7 30729. മാംഗ്ലൂർ സെൻട്രൽ യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസ് ആണ്. അല്ല സോറി, ലക്നൗ യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ ഇന്ന് രാത്രി യശ്വന്ത്പൂർ മാംഗ്ലൂർ വീക്ക്ലി എക്സ്പ്രസ് ആയിട്ട് പോകും. ഇതാണ് മറ്റേ സൈഡിലെ കാഴ്ച. ഇവിടുത്തെ ലാൻഡ് ക്ലിയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് 4th ട്രാക്കിന് വേണ്ടിയിട്ട്. പർപ്പിൾ ലൈനിൽ കൂടെ ഒരു മെട്രോ ട്രെയിൻ പോകുന്നത് കാണാം. ഇത് ITPയിലേക്ക് പോകുന്ന ട്രെയിനാണ്. ആ ട്രെയിൻ ആ ഓപ്പൺ വെബ് ഗാർഡർ വഴി പോകും. ഈ ഓപ്പൺ വെബ് ഗാർഡർ എന്ന് പറയുന്നത് ഹൊസൂർ ലൈനിൻ്റെ മുകളിൽ കൂടെയാണ് പോയിരിക്കുന്നത്. കുറച്ച് നേരം കാത്തുകൊണ്ട് നമ്മളിത് വീണ്ടും അനങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാലം എന്ന് പറയുന്നത് ഹൊസൂർ സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് യശ്വന്ത്പൂരിലേക്ക്, ബാനസ്വാടി വഴി യശ്വന്ത്പൂരിലേക്ക് പോകാനുള്ള ലൈനാണ്.
ആ ട്രെയിനുകൾക്ക് വേണമെങ്കിൽ ഈ നേരത്തെ കാണിച്ച ഈ റൈറ്റ് സൈഡിൽ ഈ റാമ്പ് ഇറങ്ങി ബയ്യപ്പനഹള്ളി വഴി ബയ്യപ്പനഹള്ളി SMVT ബാനസ് വഴി അങ്ങനെയും യശ്വന്ത്പൂരിലേക്ക് പോകാം. പക്ഷേ ഇതൊരു ഡയറക്റ്റ് ലൈനാണ്. ഇതെനിക്കൊന്ന് പണ്ട് മീറ്റർ ഗേജ് ലൈനായിരുന്ന കാലത്ത് ഈ ഡയറക്റ്റ് ലൈൻ അന്ന് ആവശ്യമായിരുന്നു. അന്ന് അങ്ങനെയാണ് പണിത്. അപ്പോൾ ആ ലൈനിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള ക്യാബിനാണ് അവിടെ കാണുന്നത്. ഓക്സിലറി ക്യാബിൻ, ചന്നസാന്ദ്ര ബൈപ്പാസ്. ലെഫ്റ്റ് സൈഡിലോ ചന്നസാന്ദ്രയിലോട്ട് പോകുന്ന ലൈൻ ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതാണ് ആ ലൈന്, യശ്വന്ത്പൂരിലോട്ട് പോകുന്ന ലൈൻ. ഇപ്പോൾ ഈ പാലത്തിന് മുകളിൽ കൂടെ പോയത് യശ്വന്ത്പൂർ ലൈനാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലൊരു പാലം പോകുന്നതാണ്. ഒരു പാളം പോകുന്നതാണ്. ഈ പാളം നേരെ ചന്നസാന്ദ്ര എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ചന്നസാന്ദ്ര എന്ന് പറയുന്നത് ഇത് യലഹങ്കയിലോട്ട് പോകുന്ന ലൈനാണ്. ബയ്യപ്പനഹള്ളി നിന്നല്ല യലഹങ്കയിലോട്ട്. ഇപ്പോൾ ബോംബെയിലോട്ടുള്ള പോകുന്ന ട്രെയിനുകൾ ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ആ കാണുന്നതാണ് യലഹങ്കയിലോട്ട് പോകുന്ന ലൈനും. ഇവിടെയൊക്കെ 4 ലൈനിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈന് റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ഒരു ലൈൻ നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ലൈന് കൃഷ്ണരാജം സ്റ്റേഷനിലോട്ട് പോകുന്നതാണ്. അപ്പോൾ യലഹങ്ക, ചന്നസാന്ദ്ര അങ്ങനെ ഒരു കൃഷ്ണരാജപുരത്തേക്ക് പോകുന്ന ലൈനാണത്. അതുവഴി നോട്ടബിളി 16331 ട്രിവാൻഡ്രം എക്സ്പ്രസ് അതുവഴിയാണ് പോകുന്നത്. അതുപോലെ രാജ്കോട്ട് കോയമ്പത്തൂർ എക്സ്പ്രസ്, അങ്ങനെ കുറച്ച് വണ്ടികൾ അതുവഴി പോകുന്നുണ്ട്. ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ പീന്നിരിക്കുന്ന പവർ എന്നുള്ള മീനിങ് ആണ്. അത് ലോക്കോ പൈലറ്റ്മാർ ഇവിടെ എത്തുമ്പോൾ ട്രാക്ഷൻ അപ്ലൈ ചെയ്യണമെന്നാണ്, ട്രാക്റ്റീവ് എഫേർട്ട് അപ്ലൈ ചെയ്യണമെന്നാണ്. ഇതാണ് മറ്റേ ലൈന്, യലഹങ്കയിൽ നിന്ന് കൃഷ്ണരാജപുരത്തേക്കുള്ള ലൈന്. നമ്മളിപ്പോൾ കൃഷ്ണരാജപുരം സ്റ്റേഷനിലേക്ക് കയറും. ഞാൻ പ്ലാറ്റ്ഫോം സൈഡ് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് കൃഷ്ണരാജപുരം സ്റ്റേഷനോട് കയറണം. കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ ഏതോ ഒരു ട്രെയിൻ ഇറങ്ങി വരുന്നുണ്ട്. മീൻവൈൽ മറ്റേ ഈ റോഡിൻ്റെ ആസാദി കാ അമൃത് മഹോത്സവ ലിവറിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പലരും അകം 2.0 ലിവറി എന്ന് പറയാറുണ്ട്. പാറ്റ്ലിപുത്ര SMVT ബംഗളൂരു എക്സ്പ്രസ് ആണത്. കൃഷ്ണരാജപുരത്തു നിന്ന് നല്ല തിരക്ക് കയറും, നല്ല ഭീമമായ തിരക്ക് കയറും. പ്ലാറ്റ്ഫോമിലെ തിരക്ക് ശ്രദ്ധിച്ചോളാം. ബാക്കിലെ കൃഷ്ണരാജപുരത്തെ ഫേമസ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഒന്നും അല്ലത്, കേബിൾ സപ്പോർട്ടഡ് ബ്രിഡ്ജ് എന്നേ ഉള്ളൂ. ആ ബ്രിഡ്ജ് കാണാം. ഈ ട്രെയിനിൻ്റെ തിരക്ക് മൊത്തം ഇവിടെ നിന്നാണ് കയറുക. അതാണ് ഈ കാണുന്നത്. നമ്മൾ പെട്ടെന്ന് മാറി നിന്നാലേ നമുക്ക് പണി കിട്ടും. നമ്മൾ കൃഷ്ണരാജപുരത്തു നിന്ന് പുറപ്പെട്ടു. നമ്മുടെ വാതിൽ TT കയറുന്നതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ ഏതൊരു ട്രെയിൻ ഉണ്ട്, അതെന്താണെന്ന് നോക്കിയേക്കാം. ലെഫ്റ്റ് സൈഡിലൊരു ഫ്രൈറ്റ് നിൽപ്പുണ്ട്, കണ്ടെയ്നർ റേക്ക്. അപ്പോൾ അതായി കാണുന്നതാണ് നേരത്തെ പറഞ്ഞ ഹാങ്ങിങ് ബ്രിഡ്ജ്, അഥവാ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണിത്. ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ് ഇവിടെ ലോക്കലി അറിയപ്പെടുന്നത്. ട്വിൻ അരക്കോണം G9s ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പം നമ്മളങ്ങനെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ലൈന് കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിലേക്ക് പോകുന്ന ലൈനാണ്. ഈ ലൈന് കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിലേക്ക് പോകുന്ന ലൈനാണ്. ലോക്കോടെ മെയിൻ്റനൻസിന് പോകാൻ വരെയൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈനാണിത്.
ഈ കാണുന്നതാണ് കൃഷ്ണരാജപുരം ലോക്കോ ഷെഡ്. ഡീസൽ ലോക്കോ ഷെഡ് കൃഷ്ണരാജപുരം എന്നാണ് പേര്, പക്ഷേ ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോസും ഉണ്ട്. ഏറെക്കുറെ മുഴുവൻ ദൂരം ഇനി അങ്ങോട്ട് സേലം വരെ നമുക്ക് ക്ലിയർ ആണ് പാത്ത്. നമ്മുടെ ഫ്രണ്ട് ശതാബ്ദി പോയിട്ടുണ്ട്, അപ്പോൾ അതിനിടയ്ക്ക് വേറെ ട്രെയിനുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ പാത്താണ് മുഴുവൻ ദൂരം. ഈ കാണുന്ന വൈറ്റ് ഫീൽഡിലെ ട്രാക്ഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ സബ്സ്റ്റേഷൻ വേണം തോന്നുന്നു. നമ്മളിപ്പോൾ വൈറ്റ് ഫീൽഡ് അതിന് ഹൂഡി സ്റ്റേഷൻ എത്തും. ഹൂഡി സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വൈറ്റ് ഫീൽഡ് സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനൽ പാസ്സാവും. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ഫീൽഡ് എത്തും. സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനലിലോട്ടുള്ള ലൈനുകളാണ് കാണുന്നത്. ഈ കാണുന്നതാണ് വൈറ്റ് ഫീൽഡ് സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനൽ. അതിന് സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനൽ എന്നൊക്കെ വിളിച്ചാലും ഇതാണ് ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ മെയിൻ ഗുഡ്സ് ടെർമിനൽ. കാര്യം മറ്റ് പല സ്ഥലങ്ങളിലുണ്ടായിരുന്ന ഫ്രൈറ്റ് ഹാൻഡ്ലിംഗ് എല്ലാം ഇങ്ങോട്ട് മാറ്റി ഇപ്പോൾ വൈറ്റ് ഫീൽഡാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് ഒരു NMG വാഗണും പിന്നെ അപ്പുറത്തോട്ട് വേറെ എന്തൊക്കെയോ വാഗൺസ് ഒക്കെ നിൽക്കുന്നുണ്ട്. അതൊരു വാഗൺ മെയിൻ്റനൻസ് ഫെസിലിറ്റിയാണ്. ഒരു മെമോ വരുന്നുണ്ട് ഓപ്പോസിറ്റ്. മെമോ നിർത്തിയിട്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഗുഡ്സ് അവിടെ ഇപ്പുറത്തെ ഒരു പ്ലാറ്റ്ഫോം കാണാം കേട്ടോ. ഇല്ല, പ്ലാറ്റ്ഫോം ഒന്നുമില്ല, സിഗ്നലും ഗ്രീൻ ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഇവിടെ അൺഒഫീഷ്യലി ഒരു സ്റ്റോപ്പ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഗുഡ്സ് ടെർമിനൽ. അതിനകത്തൊരു WDG4 നിൽക്കുന്നതാണ്, ട്വിൻസ്. ആ കാണുന്ന വൈറ്റ് ഫീൽഡ് ഹോം സിഗ്നലാണ്. നമ്മളിപ്പോൾ വൈറ്റ് ഫീൽഡ് സ്റ്റേഷനിലോട്ട് പ്രവേശിക്കും. വൈറ്റ് ഫീൽഡ് നമുക്കിപ്പോൾ സ്റ്റോപ്പ് ഉണ്ട്. വൈറ്റ് ഫീൽഡ് യാർഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനുകളൊക്കെ കാണാം. കുറച്ചധികം ലൈനുകളുണ്ട്. ഇതൊക്കെ വൈറ്റ് ഫീൽഡ് സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനലിൽ നിന്ന് വരുന്ന യാർഡുകളാണ്, ലൈനുകളാണ്. ഇവിടെ ഇപ്പോൾ ക്വാഡ്രൂപ്ലിംഗ് ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ ഗുഡ്സ് ടെർമിനലിൽ നിന്ന് വരുന്ന ലൈനും നമ്മുടെ ഇപ്പോഴത്തെ ലൈനിൻ്റെയും OHE പോളുകളുടെ മുകളിലുള്ള കാറ്റനറിയുടെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ ഇതിനകത്തൊരു കാറ്റനറിയും അതിൻ്റെ താഴെ കോൺടാക്ട് വയറും ഉണ്ട്. റൈറ്റ് സൈഡിൽ തന്നെ കോൺടാക്ട് വയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ലോ സ്പീഡ് കാറ്റനറിയാണ്. ലോ സ്പീഡ് കാറ്റനറിയിൽ ലോ സ്പീഡ് OHEയിൽ കോൺടാക്ട് വയർ മാത്രമേ ഉള്ളൂ, കാറ്റനറി വയറില്ല. കാറ്റനറി വയർ എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടെ പോകുന്ന ലൈനും അതിൽ നിന്ന് സസ്പെൻഡഡ് ആയിട്ടാണ് കോൺടാക്ട് വയർ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഡിസൈൻ വീണ്ടും മാറി കണ്ടോ. ഇവിടെ എത്തിയപ്പോൾ മുകളിൽ കാറ്റനറി വയറും ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈറ്റ് ഫീൽഡ് സ്റ്റേഷനിലോട്ട് കയറാൻ പോവാണ്. ലെഫ്റ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഈ കാണുന്നത് വൈറ്റ് ഫീൽഡ് മെട്രോ സ്റ്റേഷനാണ്. നമ്മൾ കുറച്ച് നേരത്തെ ബയ്യപ്പനള്ളിയിൽ വെച്ച് കണ്ടില്ലായിരുന്നോ? ആ ലൈൻ ഇവിടെയാണ് വന്ന് അവസാനിക്കുന്നത്. ഇതാണ് വൈറ്റ് ഫീൽഡ് അഥവാ ITPL കാടുകോടി മെട്രോ സ്റ്റേഷൻ. ഇതാണ് വൈറ്റ് ഫീൽഡ് സ്റ്റേഷൻ. അവിടെ ഒരു WDG4 ഒരു ബലാസ്റ്റർ ആയിക്കോട്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് ഫോക്കസ് ചെയ്തത്, അപ്പുറത്തെ സൈഡിലോട്ട് പോകേണ്ടത്. WDG4 12612 കൃഷ്ണരാജപുരത്തിൻ്റെ, അതാണ് ബല്ലാസ്റ്റ് സ്ട്രൈക്കിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം. ഇവിടെ നിന്ന് പണി നടക്കുന്നുണ്ട്. ഇത് അമൃത് ഭാരത് സ്കീമാണോ എന്നറിയില്ല, എന്തായാലും എന്തൊരു പണി നടക്കുന്നുണ്ട് ഇവിടെ. തൊട്ടപ്പുറത്തായിട്ട് ഒരു ടാങ്കർ റേക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും അത്യാവശ്യം ആൾക്കാർ കയറാണ്. മെയിൻലി ജനറൽ കമ്പാർട്ട്മെൻറ്റിലോട്ടാണ് കയറാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വൈറ്റ് ഫീൽഡിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഈ അടച്ചു കെട്ടിയിട്ടുണ്ടല്ലോ, നോക്കി കഴിഞ്ഞാൽ അടച്ചു കെട്ടലിൻ്റെ ബാരിക്കേഡ് കറക്റ്റ് യെല്ലോ ലൈനിലാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന എല്ലാ യാത്രക്കാരും യെല്ലോ ലൈനിൻ്റെ പുറത്തു കൂടെ വേണം നടക്കാൻ. യെല്ലോ ലൈനിൻ്റെ പുറത്തു കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ സേഫ്റ്റി റിസ്ക്കാണ്. യെല്ലോ ലൈനിൻ്റെ ഉള്ളിൽ നിൽക്കണം എന്നാണ് റെയിൽവേ നിയമം. അപ്പോൾ ഈ നിയമം ഇങ്ങനെ തന്നെ റെയിൽവേ തന്നെ ഇങ്ങനെ പാലിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക നമ്മൾ, ഇല്ലേ? ബാരിക്കേഡിങ് ആവശ്യമാണ് തീർച്ചയായിട്ടും. അകത്ത് വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ആ എൻറ്റയർ സ്പേസ് ബാരിക്കേഡ് ചെയ്യാൻ ഇടയ്ക്ക് കുറച്ച് ഓപ്പണിങ്സ് കൊടുത്ത് യാത്രക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ടെവർ. നമ്മൾ ജസ്റ്റ് വൈറ്റ് ഫീൽഡ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ സ്റ്റേഷനിൽ എന്തോ എക്സ്പാൻഷൻ വർക്കൊക്കെ കാണാം. അവിടെ ഒരു പുതിയ സ്റ്റേഷൻ കെട്ടിടം തന്നെ പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. മേ ബി ഇതിൻ്റെ എക്സ്പാൻഷൻ്റെ പാർട്ടായിരിക്കും, അമൃത് ഭാരത് സ്കീം വല്ല ആയിരിക്കും. നമ്മുടെ ഈ സ്റ്റേഷനിൽ ബാക്കിയുള്ള തിരക്ക് മൊത്തം നമ്മുടെ പുറകെ വരുന്ന മെമൂന് കയറാനുള്ള തിരക്കാണ്. ഇപ്പോൾ വൈറ്റ് ഫീൽഡും കൂടി കഴിയാണ്. ഇനി വൈറ്റ് ഫീൽഡ് ഇനി ഞാൻ കുറച്ച് നേരം ഉള്ളിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോകണം. കുറച്ചധികം നേരം ഡോറിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ഉള്ളിൽ പോയി കുറച്ച് നേരം ഇരിക്കാൻ പോകണം. ഇനി നമുക്ക് ബംഗാർപേട്ട് എത്തുന്ന സമയത്ത് ഞാൻ തിരിച്ച് ഡോറിലേക്ക് വരാം. അത് എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. കുറച്ചധികം നേരമായിട്ട് നമ്മൾ തേക്കാൽ എന്ന് പറയുന്ന സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണം. തേക്കാൽ എന്ന് പറയുന്ന സ്റ്റേഷനിൽ കുറച്ച് നേരം ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റോളം നമ്മളിവിടെ നിന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തേക്കാൽ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമ്പോൾ തേക്കാലിലേക്ക് ഒരു മെമു കയറി വരുന്നുണ്ട്. മാരിക്കുപ്പം കൃഷ്ണരാജപുരം മെമു ആണെന്നാണ് എനിക്ക് വേരസ്മൈ ട്രെയിൻ വഴി മനസ്സിലായത്. നല്ല ഇരുട്ടാണ്ട് ജസ്റ്റ് ഹെഡ്ലൈറ്റ് മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ഒരു ഉത്കൃഷ്ട റേക്കാണ്, ഉത്കൃഷ്ട കളറിലുള്ള മെമു റേക്കാണ്. അപ്പം അങ്ങനെ കുറച്ച് നേരം കാത്തു കിടന്നിട്ട് നമ്മളിപ്പോൾ പോവാണ്. ഇപ്പോൾ സമയം 18:37, 18:15 നമ്മൾ 22 മിനിറ്റ് നമ്മളിവിടെ കിടന്നു. മീൻമേൽ മെമ്മും വിട്ടുപോയി. മെമുവിൻ്റെ മോട്ടോർ സൗണ്ട്സ് കേട്ടായിരുന്നു. ഈ ട്രെയിനിൻ്റെ റൂട്ടിൻ്റെ ഒരു മാപ്പ് അവരോട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ്. അതായത് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലം, കായംകുളം, ഹരിപ്പാട്, ആലപ്പുഴ, അങ്ങനെ പോയിട്ട് തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, തിരുപ്പത്തൂർ, ബംഗാർപേട്ട്, ബാംഗ്ലൂർ, അങ്ങനെ വന്നിട്ട് മൈസൂരിലേക്ക് വരും. കാരണം ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ഇങ്ങനെ കറങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ നിലമ്പൂർ റൂട്ട് അങ്ങനെ നിലവിൽ വന്നു കഴിഞ്ഞാൽ നിലമ്പൂർ റൂട്ട് ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ കട്ട് ചെയ്ത് ഇങ്ങോട്ടും കയറും. ഇവിടെ നേരെ ഇങ്ങനെ കയറി ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. അതാണ് നിലമ്പൂർ റൂട്ട് വന്നാലുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടുന്ന്, ഇതാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ വന്ന് പാലക്കാട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇങ്ങനത്തെ മാപ്പുകൾ ഉണ്ടെങ്കിൽ റൂട്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണല്ലേ. നമ്മൾ ജസ്റ്റ് ബംഗാരപേട്ട് സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ബംഗാരപേട്ട സ്റ്റേഷനിലോട്ട് കയറി. ഇവിടെയും ഒരു ഹോപ്പർ റേക്ക് റേച്ചിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് അദാനി അഗരിയുടെ റേക്കാണ്. അപ്പോൾ ഈ ധാന്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതായിരിക്കും അവർ. 16315 ട്രെയിൻ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 6:49. വണ്ടി നല്ലോണം ലേറ്റാണ്.
വണ്ടി നല്ല രീതിക്ക് ലേറ്റാണ്. വണ്ടി എനിക്ക് തോന്നുന്നത് 40 മിനിറ്റിന് മേലെ ഇപ്പോൾ ലേറ്റാണ്. ഇപ്പോൾ ബംഗാർപേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിന്നർ കഴിച്ച് കിടക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാര്യം രാത്രി 1:30 ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ ബംഗാർപേട്ട് വിടുന്നതോടുകൂടി ഡിന്നർ കഴിച്ച് കിടന്നേക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ബംഗാർപേട്ട് സ്റ്റേഷനോടുകൂടി ട്രെയിനിൽ അവർ സദേൺ റെയിലോട്ട് കയറുന്നതിന് പ്രിപ്പറേഷൻ, അതായത് കോഷൻ ഓർഡേഴ്സും ഒക്കെ കയറ്റും. സദേൺ റെയിൽവേയിലേക്ക് മാറുന്നത് നമ്മൾ തിരുപ്പത്തൂർ എത്തുമ്പോഴാണ്. തിരുപ്പത്തൂരും തൊട്ട് മുമ്പാണ് നമ്മൾ സദേൺ റെയിൽവേയിലോട്ട് കയറുക. പക്ഷേ ഇനി നമുക്ക് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ സ്റ്റോപ്പൊന്നുമില്ല. ഇനി നമ്മൾ നേരെ സദേൺ റെയിൽവേയിലോട്ട് കയറിയിട്ട് സേലത്ത് പോയിട്ട് നിർത്തുള്ളൂ. കുറച്ച് നേരം ഏകദേശം ഒരു 9 മിനിറ്റോളം കിടന്നിട്ട് നമ്മൾ ജസ്റ്റ് ബംഗാർപേട്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഇപ്പോൾ ഏതോ ട്രെയിൻ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ കഴിയുമ്പോൾ ചാക്കലിൽ 20-25 മിനിറ്റ് കിടന്നു. അത് ഇവിടെ വന്നിട്ട് 9 മിനിറ്റ് കിടന്നു. ഫ്രണ്ടിൽ പോകുന്ന ഏതോ ട്രെയിനിന് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര ഒന്നും നേരം പിടിച്ചിടാറില്ല. പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷടന്ന് ഇറങ്ങി പോകേണ്ടതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബംഗാർപേട്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങായി. ഇനിയിപ്പോൾ നേരെ ഞാൻ പോയിട്ട് അതിൻ്റെ ഡിന്നർ കഴിക്കും. ഒരുപാട് നേരത്തെ ഡിന്നർ കഴിക്കാം. പക്ഷെ ഡിന്നർ കഴിച്ചിട്ട് കിടക്കാനുള്ള പരിപാടികൾ നോക്കും. കാരണം നമുക്ക് രാത്രി 1:30 ഇറങ്ങാനുള്ളതാണ്. ഇതാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് മേടിച്ച ഡിന്നർ. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് മേടിച്ച ഡിന്നറിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആദ്യത്തത് ചപ്പാത്തിയാണ്. അതിൻ്റെ കൂടെ അവരൊരു പിക്കിൾ വെച്ചിട്ടുണ്ട്, ലൈം പിക്കിൾ. പിന്നെ ഒരു വെജ് പുലാവ്, ഒരു വെജ് പുലാവ് വെച്ചിട്ടുണ്ട്. വെജ് പുലാവും ചപ്പാത്തിയും കൂടി ചേർന്നാണ് ഒരു ഡിന്നർ. 110 രൂപയാണ് മേടിച്ചത്. നമുക്ക് ചപ്പാത്തി മാത്രം പുലാവ് മാത്രമായിട്ടും അവൈലബിൾ ആണ്. നമ്മൾ മീൽസ് എന്ന് പറഞ്ഞപ്പോൾ വനിതാണ് തന്നിട്ട് പോയത്. തുറന്നു വെച്ചത്. ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു പുലാവ് ഉണ്ട്, അതിനൊരു മാംഗോ പിക്കുള്ള വേറെ ഉണ്ട്. പിന്നെ ചപ്പാത്തിയും അതിനുള്ളൊരു കറിയുണ്ട്. ഇപ്പോൾ ഇരുന്ന് തണുത്ത് പോയി. സെർവ് ചെയ്ത സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലോണം തണുത്ത് പോയി. അപ്പോൾ കറിയും കൂടി എന്താണെന്ന് നോക്കട്ടെ. ഇതാണ് കറി. ഒരു കടലയും ഉരുളക്കിഴങ്ങും ഒക്കെ ഉള്ളൊരു മസാല കറി. ഇതാണ് ഇന്നത്തെ ഡിന്നർ. നമ്മൾ ജസ്റ്റ് കുപ്പം സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ എൻ്റെ അറിവിൽ സ്റ്റോപ്പില്ല. നല്ല പതുക്കെ വന്നിരിക്കുന്നത്. ഇനി നിർത്താനുള്ള ഉദ്ദേശമാണോന്ന് അറിയില്ല. ചുറ്റുവട്ടത്ത് ഒരുപാട് പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. ശബ്ദമൊക്കെ റോക്കറ്റ് പോലത്തെ സാധനങ്ങളൊന്നും കാണാനില്ല. നിർത്തുകയാണെന്ന് സ്റ്റോപ്പാണ്. അവിടെയൊക്കെ കുറച്ച് പടക്കം പെട്ടെന്ന് കാണാം. കുറേ നേരിട്ട് ഇതെല്ലാം കാണുമോ കിട്ടുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിട്ടി. ഇപ്പോഴത്തെ സൈഡിൽ വേറെ ഉണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. ഇത് എൻ്റെ അറിവിൽ തിരുപ്പതി SMET ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. ഇതൊക്കെ ചറ പറന്ന് പടക്കം പൊട്ടുന്നുണ്ട്. ദീപാവലി ദിവസമാണ്. ദീപാവലി ഫുൾ ഫ്ലെഡ്ജഡ് ആഘോഷിക്കുകയാണ്. നമ്മുടെ സിഗ്നൽ ജസ്റ്റ് മാറി ആംബറായി നമ്മൾ പുറപ്പെട്ടു. അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് കുപ്പം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. കുപ്പം ആന്ധ്രാപ്രദേശിലാണ്. ബംഗാർപേട്ട് കർണാടകയിലായിരുന്നു. കുപ്പം ആന്ധ്രാപ്രദേശിലാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറും. പിന്നെ നമ്മൾ പോത്തന്നൂർ പാസ് നമ്മൾ പിന്നെ വാളയാറിലേക്ക് കയറുന്നവരെ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ കുപ്പം സ്റ്റേഷനിലെ സ്റ്റോപ്പ് ഇപ്പോൾ കുറച്ച് കാലമായി എന്നാണ് ഇപ്പോൾ TTയുടെ വരുമ്പോൾ TT പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ സ്റ്റോപ്പ് പാറ്റേൺ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ സ്റ്റോപ്പ് ആരംഭിച്ചിട്ട് ഒരുപാട് ആയിട്ടില്ല എന്നാണ് TT പറഞ്ഞത്. അപ്പം നമ്മളങ്ങനെ കുപ്പം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു.
അപ്പം അങ്ങനെ നമ്മൾ കുപ്പം സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി മിക്കവാറും ഞാൻ കിടന്ന് ഉറങ്ങും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് സേലമാണ്. അത് ഞാൻ ഉണർന്നിരിക്കാൻ സാധ്യതയില്ല. ബിരിയാണി, ചപ്പാത്തി. ഈ വണ്ടിയിൽ ഈ ഓൺ ബോർഡ് കാറ്ററിംഗ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനിൽ നിന്ന് മേടിക്കണമെന്നില്ല, വണ്ടി കയറിട്ട് മേടിച്ചാലും മതി. നമ്മളിതാ ജസ്റ്റ് തിരുപ്പത്തൂരിലോട്ട് കയറാൻ പോവാണ്. അതായത് നമ്മളിപ്പോൾ ജോലാർപേട്ട ബൈപ്പാസ് ക്യാബിനാണ് പാസ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് കാണുന്ന ചെറിയ വെളിച്ചം കാണുന്നതാണ് ജോലാർപേട്ട ബൈപ്പാസ് ക്യാബിൻ. ഈ കാണുന്നതാണ് ബൈപ്പാസ് ക്യാബിൻ. നമ്മളിപ്പോൾ ബൈപ്പാസ് ക്യാബിൻ കടന്ന് നമ്മൾ മെയിൻ ലൈനിലോട്ട്, ചെന്നൈ മംഗലാപുരം മെയിൻ ലൈനിലോട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് തിരുപ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറച്ച് പടക്കമാണ്, ചുറ്റും എല്ലാ ഭാഗത്തും പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പടക്കം ഗ്രാൻഡായിട്ട് പൊട്ടിക്കൊണ്ട് ഇപ്പം പൊട്ടി തന്നില്ലേ, സൂപ്പർ. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്. കുറേ നേരമായിട്ട് ഞാൻ നിന്ന് പടക്കം പൊട്ടുന്ന മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് തിരുപ്പത്തൂർ സ്റ്റേഷനിലോട്ട് എത്താണ്. തിരുപ്പത്തൂർ സ്റ്റേഷനിൽ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. നേരത്തെ പറഞ്ഞ വണ്ടിക്ക് തീരെ സ്റ്റോപ്പ് പറഞ്ഞൊരു വണ്ടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ചറപറാന്ന് കുറേ സ്റ്റോപ്പുണ്ട്. നമ്മളിത് ജസ്റ്റ് തിരുപ്പത്തൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുപ്പത്തൂർ എന്ന് പറയുന്ന ടൗണ് ആണ് വലുത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനാണ് ജോലാർപേട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോലാർപേട്ട എന്ന് പറയുന്നത് റെയിൽവേക്കാർക്ക് ഒരു വലിയ ടൗണാണ്. റെയിൽവേ യാർഡും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു വലിയ റെയിൽവേ ടൗണാണ്. പക്ഷേ ഇൻ റിയാലിറ്റി ടൗൺ എന്ന് പറയുന്നത് തിരുപ്പത്തൂരാണ്. തിരുപ്പത്തൂർ സ്റ്റേഷൻ വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. ജസ്റ്റ് 2 പ്ലാറ്റ്ഫോമുള്ളൊരു സ്റ്റേഷനാണ്. പണ്ടിത് ലൂപ്പ് ലൈൻ ഇല്ലാത്തൊരു സ്റ്റേഷനാണ് അത്രേ. ഇപ്പോൾ ലൂപ്പ് ലൈനൊക്കെ ഉള്ളൊരു, പക്ഷേ വളരെ ചെറിയതായിട്ടുള്ളൊരു സ്റ്റേഷനാണ്. மைசூர் இருந்து கொச்சிவெளி வரை செல்லும் மைசூர் கொச்சிவெளி விரைவு வண்டி வயா கோயம்புத்தூர் ஆலப்புழா பிளாட்ஃபார்ம் நம்பர் 1 வந்துள்ளது. For the kind attention of passengers, train number 16315 Mysore Kochiveli Express from Mysore to Kochiveli via Coimbatore Alappuzha is arrived on platform number 1. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുപ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ഈ ട്രെയിനിലുണ്ടായിരുന്ന ഓൺ ബോർഡ് കാറ്ററിംഗുകാരൊക്കെ ഇവിടെ ഇറങ്ങി. അവരവരുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഇറങ്ങി. അപ്പോൾ തിരുപ്പത്തൂർ ടു മൈസൂരാണെന്ന് അവർ വർക്ക് ചെയ്യുന്നത്. കാര്യം ട്രെയിനിൽ ചായ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അവർ ബംഗാർപേട്ടയിൽ നിന്ന് ബിരിയാണിയും മറ്റും ലോഡ് ചെയ്തായിരുന്നു. അവർ ഇറങ്ങിപ്പോയി. അപ്പം നമ്മുടെ തൊട്ട് പുറകെ CSMT മുംബൈ നാഗർകോയിൽ എക്സ്പ്രസ് വരുന്ന ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ഇതായിരുന്നു തിരുപ്പത്തൂർ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോകാമെന്ന്. ഇപ്പോൾ ഞാൻ ശരിക്കും ഉറങ്ങാൻ പോവാം. ഈ സ്റ്റേഷൻ വിട്ടുടനെ ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങും. കാര്യം രാത്രി 1:30 ഇറങ്ങാനില്ല. ഇപ്പോൾ തന്നെ മണി 8 ഇപ്പോൾ കിടന്നാലും ഒരു 4-5 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുന്നു. കാര്യം നാളെ വർക്കിംഗ് ഡേ ആണ്. നാളെ ഓഫീസിൽ പോകും വേണം. നാളെ കുറച്ച് എമർജൻസി വർക്കും ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇതായിരുന്നു തിരുപ്പത്തൂർ സ്റ്റേഷൻ. നമുക്കിനി പാലക്കാട് എത്തിയിട്ട് കാണാം. ഗുഡ് നൈറ്റ്. ഇതെന്താണ് ഈ വെളിച്ചം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതൊരു മെമു ആണ്. നമ്മൾ പാലക്കാട് സ്റ്റേഷനിലോട്ട് കയറുകയാണ്. അപ്പോൾ മെമു ഷെഡിൽ നിന്ന് ഇറങ്ങി ഇതൊരു മെമു ആണ്. ഈ വെളിച്ചം നിങ്ങൾ കണ്ടത്, ഈ വെളിച്ചം കാണുന്ന ഇവിടെയാണ് മെമു ഷെഡ്. ഇവിടുന്ന് ഉള്ളിലേക്കാണ് പാലക്കാട് മെമു ഷെഡ്. ഇരുട്ടായതുകൊണ്ട് ലൈനുകളൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടെയാണ് ഇവിടെ മെമു ഷെഡ്. പാലക്കാട് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. പ്ലാറ്റ്ഫോം 3 ഓൾറെഡി വേറെ വണ്ടിയിലുണ്ട്. നമ്മൾ 2ലേക്ക് വിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2ലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 3 വീണ്ടും തുറന്നു. 3 പക്ഷേ വേറൊരു ട്രെയിനിലേക്കുണ്ട്. മറ്റൊരു LHB ട്രെയിൻ തന്നെയാണ്.
പൂനെ കന്യാകുമാരി എക്സ്പ്രസ് അത്. പൂനെ കന്യാകുമാരി എക്സ്പ്രസ്സാണ് പ്ലാറ്റ്ഫോം 3 നിൽക്കുന്നത്. അവിടെ പുറപ്പെടുകയായി. നമ്മളപ്പോഴേക്കും 2 കൊണ്ടൊന്ന് കയറ്റി. അപ്പോൾ മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 2 എന്ന് പറഞ്ഞു. പാലക്കാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷനിലെത്തി നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്തെ യാർഡിലായിട്ട് നമ്മുടെ ഇത് കിടക്കുന്നുണ്ട്, എന്താ അങ്ങാടിപ്പുറത്തേക്ക് പോകുന്ന പാലക്കാട് നിലമ്പൂർ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. നമ്മളങ്ങനെ ട്രെയിൻ വന്നു. നമ്മളങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. പാലക്കാട് ജംഗ്ഷനിലാണ് ദീപാവലി പ്രമാണിച്ചുള്ള രംഗോലിയും വിളക്കുകളും. സ്റ്റേഷൻ മാനേജർ ഓഫീസിൻ്റെ പുറത്ത്. അപ്പം അങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തോട്ടുള്ള പോക്കാണ്. വൈഫും മോളുമാണ് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. എക്സിറ്റാണ് ഈ കാണുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡിൽ എക്സിറ്റാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 തൂത്തുക്കുടിയിലേക്ക് തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ ഈ വീഡിയോനെ പറ്റി നിങ്ങളുടെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസ് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.